പങ്കാളിത്ത പെൻഷൻ വേണ്ടെന്ന് വെച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക് സംസ്ഥാനങ്ങൾ മടങ്ങുന്ന പക്ഷം അത് വൻ തിരിച്ചടി അവരുടെ ധനസമാഹരണത്തിലും റവന്യൂ ചെലവിലും റവന്യൂ ചെലവിലും ഉണ്ടാക്കുമെന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ ഏറ്റവും അവസാനമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. റിസർവ് ബാങ്കിന്റെ അഭിപ്രായത്തില് റിസർവ് ബാങ്ക് പറഞ്ഞതിനോട് ചേർത്ത് വെച്ച് നമുക്ക് കേരളത്തിന്റെ ധനപ്രതിസന്ധിയെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കാം. സാധാരണ രീതിയിൽ റവന്യൂ കമ്മി 0 ആക്കുക, അതായത് റവന്യൂ വരുമാനവും റവന്യൂ ചെലവും ഈക്വൽ ആക്കുക, രണ്ടും തമ്മിൽ ഗ്യാപ്പ് ഇല്ലാതാക്കുക. അതാണ് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് നിർദ്ദേശിക്കുന്നത്. അങ്ങനെ റവന്യൂ കമ്മി കുറച്ചു കൊണ്ടുവന്ന് 5 വർഷം കൊണ്ട് 0-ലെത്തിക്കുക, ഇല്ലാതെയാക്കുക. അതാണ് 2002 ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷെ 2003 മുതൽ ഈ വർഷം വരെ 2023-24 വരെ വിചാരിച്ചിട്ടും സംസ്ഥാനങ്ങൾക്ക് ഒന്നിനും ഇങ്ങനെ റവന്യൂ കമ്മി 0-ലെത്തിക്കാൻ പറ്റിയിട്ടില്ല. കേരളമൊക്കെ വളരെ പിന്നിലുമാണ്. അപ്പൊ അങ്ങനെ പിന്നിലായിരിക്കുന്ന സാഹചര്യത്തിലാണ് പല സംസ്ഥാനങ്ങളും ഇലക്ഷൻ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളെ കയ്യിലെടുക്കാൻ, പ്രത്യേകിച്ച് സർക്കാർ ജീവനക്കാരെയും ഒക്കെ കയ്യിലെടുക്കാൻ വേണ്ടി കോൺട്രിബ്യൂട്ടറി പെൻഷൻ വേണ്ടെന്ന് വെച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക് തിരിച്ചു പോകാം എന്ന തീരുമാനമെടുത്തത്. പല സംസ്ഥാനങ്ങളും അങ്ങനെ എടുത്തിട്ടുണ്ട്. ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം, ഭരിക്കുന്ന ഗവൺമെന്റ് വോട്ട് ബാങ്കിൽ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പോപ്പുലിസ്റ്റ് ആയിട്ട്, അതായത് ജനങ്ങളെ കയ്യിലെടുക്കുന്നതിനുള്ള വേറും എന്താണ് പറയുക, തരം താഴ്ന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുക. അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന തീരുമാനങ്ങളായിരിക്കും. പക്ഷെ എടുക്കുന്നത് അപ്പോഴപ്പോൾ വോട്ട് ബാങ്കിൽ കണ്ണുവച്ചായിരിക്കും. അങ്ങനെ വോട്ട് ബാങ്കിൽ കണ്ണുവെച്ചെടുത്ത് ഭരണത്തിൽ വരിക, ആ ഭരണത്തിൽ നിന്ന് അതായത് ഈ പറഞ്ഞ ആനുകൂല്യങ്ങൾ കൊടുക്കും. അങ്ങനെ പറയുന്ന ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന്റെ പേരില് വലിയ തോതില്, അതായത് ഉള്ള റവന്യൂ സമാഹരിച്ചാൽ മാത്രം മതിയാവില്ല, വലിയ തോതിൽ കടമെടുത്തുകൂടി റവന്യൂ ചെലവ് നടത്തേണ്ടി വരും. അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് കേരളം. കേരളത്തിലെ മൂലധന ചെലവിന് വേണ്ടി, അതായത് ഇൻഫ്രാസ്ട്രക്ചർ പോലെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന കടമാണ് മൂലധന ചെലവിന് വേണ്ടി എടുക്കുന്ന കടം എന്ന് പറയുന്നത്. അങ്ങനെ കടമെടുക്കുന്ന പണം മൂലധന ചെലവിന് വേണ്ടി തന്നെ, അതായത് സാമൂഹ്യ ഇൻഫ്രാസ്ട്രക്ചർ, ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, ഇതിനൊക്കെ വേണ്ടി ഭൗതിക അടിത്തറ, സാമൂഹ്യ അടിത്തറ, ഇതിനെല്ലാം വേണ്ടി ചെലവഴിക്കുന്നതിന് പകരം 82, അതായത് കടമെടുക്കുന്ന പണത്തിന്റെ 82% വരെ റവന്യൂ ചെലവിനായിട്ട് മാറ്റിവെച്ച വർഷങ്ങൾ കേരളത്തിൽ ഉണ്ട്. ഈ കഴിഞ്ഞ 20 വർഷക്കാലം എടുത്തു നോക്കിയാൽ പല വർഷങ്ങളിലും, അതായത് 15% അതിൽ താഴെ മാത്രം മൂലധന ചെലവിനായിട്ട്, നേരത്തെ പറഞ്ഞതുപോലെ സാമൂഹ്യ അടിത്തറ, ഭൗതിക അടിത്തറ, ഇവയ്ക്കൊക്കെ വേണ്ടി കടമെടുക്കുന്നതിന്റെ 15% മാത്രം ബാക്കി വെച്ച് ബാക്കി മുഴുവനും റവന്യൂ ചെലവിന് വേണ്ടി മാറ്റുന്ന കാലഘട്ടമാണ് കേരളത്തിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ ഈ സാഹചര്യത്തിലേക്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അങ്ങനെ ഈ കോൺട്രിബ്യൂട്ടറി പെൻഷൻ വേണ്ടെന്ന് വെച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക് പോകുന്ന സംസ്ഥാനങ്ങൾക്കും മുന്നറിയിപ്പ് കൊടുക്കുന്നത്. ഇപ്പോ അതായത് ഈ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അതായത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനെ ന്യായീകരിച്ചിരുന്നത്, അങ്ങനെ പെൻഷന് അർഹത നേടിയിട്ടുള്ളവരൊക്കെ അവർ വർക്ക് ചെയ്തിരുന്ന കാലത്ത്, അവര് ഗവൺമെന്റ് സേവകരായിരുന്ന സമയത്ത് വളരെ ചെറിയ സാലറി മേടിച്ചിരുന്നവരാണ്. അപ്പൊ ആ ചെറിയ സാലറി കൊടുക്കുന്നതിന് തന്നെ ഒരു തത്വമുണ്ടായിരുന്നു. ഇവർക്ക് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് തന്നെ, അതായത് നിയമവിധേയമായിട്ട് തന്നെ റിട്ടയർ ചെയ്തു കഴിഞ്ഞാൽ മരണം വരെയും പെൻഷൻ കൊടുക്കും. അങ്ങനെയാണ് ഈ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് പെൻഷൻ വരുന്നത്. ചെറിയ ശമ്പളമാണെന്ന് വെച്ചാൽ ശമ്പളത്തിൽ നിന്ന് അപ്പോൾ തന്നെ റീറ്റെയിൻ ചെയ്യുന്ന തുകയാണ് പെൻഷനായിട്ട് മാറ്റുന്നത് എന്നാണ് അന്ന് വ്യാഖ്യാനിച്ചിരുന്നത്. അപ്പൊ അന്ന് ചെറിയ ശമ്പളമായിരുന്നു. അതുകൊണ്ട് അവർക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കൊടുക്കുന്നതിനെ ആരും അന്യായം എന്ന് പറയുകയില്ല, അത് ന്യായം മാത്രമാണ്.
പക്ഷെ ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അത് എടുത്തു പറയുന്നില്ല. പക്ഷെ നമുക്കറിയാം, ഈ ഇപ്പോഴത്തെ ശമ്പള സ്കെയിലുകളൊക്കെ പഠിക്കുന്നവർക്കറിയാം. അതായത് ഒരു 2013 ശേഷമാണ് കോൺട്രിബ്യൂട്ടറി പെൻഷൻ വരുന്നത്. 2006 മുതലുള്ള ശമ്പള പരിഷ്കരണങ്ങളിൽ ശമ്പളത്തിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായത്. അങ്ങനെ കുതിച്ചുചാട്ടം ഉണ്ടായത് മൂലം തന്നെ അതിനുശേഷം സേവനത്തിൽ കയറിയവര് സേവനം അവസാനിപ്പിക്കുമ്പോഴേക്ക് ലക്ഷങ്ങളായിരിക്കും ശമ്പളം വാങ്ങുക. അങ്ങനെ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുമ്പോൾ ഓർമ്മിക്കണം, 2005 വരെ, 2006 ശമ്പള പരിഷ്കരണത്തിന് മുൻപ് വരെയുള്ളവര് റിട്ടയർ ചെയ്യുമ്പോൾ വാങ്ങിച്ചിരുന്ന 30,000 രൂപയിൽ കുറഞ്ഞ സാലറിയാണ്. 2006 ശമ്പള പരിഷ്കരണത്തോടെ ആദ്യത്തെ മാസം തന്നെ 40,000 രൂപയിൽ കൂടുതലാണ് ശമ്പളം മേടിക്കുന്നത്. അത്ര വലിയ ഗ്യാപ്പാണ്. മറ്റേ 35 വർഷം സേവനം ചെയ്ത് 29,000 30,000 രൂപ ശമ്പളം മേടിച്ച് പിരിഞ്ഞവരുടെ ഒരു ഘട്ടമാണ് 2006 ശമ്പള പരിഷ്കരണത്തോടെ തീരുന്നത്. 2006 ആയപ്പോഴേക്കുമാണ് അവർക്ക് ഈ പറഞ്ഞതുപോലെ 40,000 രൂപ തുടക്ക ശമ്പളമായിട്ട് കിട്ടുന്നു. അപ്പൊ അവരുടെ പിന്നെ ശമ്പള വർധനവ് വന്ന് പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് റിട്ടയർ ചെയ്യുമ്പോഴത്തേക്കും അവര് ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കൊണ്ടായിരിക്കും അവസാനം റിട്ടയർ ചെയ്യുന്നത്. അപ്പം അന്നും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന് പറഞ്ഞാൽ ശമ്പളത്തിന്റെ പകുതിയിൽ വെച്ച് പെൻഷൻ ഫിക്സ് ചെയ്യുക, അതൊന്നും ഓർക്കാൻ പോലും കഴിയില്ല. അപ്പൊ ഡി നാരായണ കമ്മീഷൻ തന്നെ പറയുന്നുണ്ട്, ഇപ്പോ ഈ പറയപ്പെട്ട അതായത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കൊടുക്കാൻ വേണ്ടി തന്നെ റവന്യൂ വരുമാനത്തിന്റെ 20% വരെ നീക്കി വെക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ അന്ന് കൊടുക്കാൻ പറ്റില്ല. കാരണം അന്ന് 20% കൊണ്ട് നിൽക്കില്ല. ഇപ്പൊ 20% കൊണ്ട് നിൽക്കുന്ന അന്ന് 100% വരെ എന്ന രീതിയിൽ ഉയർന്നു പോകും. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക് തിരിച്ചുപോയ സംസ്ഥാനങ്ങൾ തന്നെ അതിനെ വീണ്ടും പരിശോധിക്കണമെന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം അത് വളരെ നന്നായി പഠിച്ചതിന് ശേഷമാണ് ഉയർന്ന ശമ്പളം കോൺട്രിബ്യൂട്ടറി പെൻഷൻ, താഴ്ന്ന ശമ്പളം സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ. ആ ഒരു മാറ്റം വരുത്തിയത് തന്നെ വളരെ ആലോചനകൾക്ക് ശേഷമാണ്. അതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ സംസ്ഥാനങ്ങളോട് ചൂണ്ടിക്കാണിക്കുന്നത്. പല സംസ്ഥാനങ്ങളും പോപ്പുലിസ്റ്റ് മെഷറായിട്ട് ഈ കോൺട്രിബ്യൂട്ടറി പെൻഷനെ കാണുകയും അങ്ങനെ കോൺട്രിബ്യൂട്ടറി പെൻഷനിൽ നിന്ന് മാറി സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക്, അതായത് ഈ വർക്കേഴ്സിനെ സന്തോഷിപ്പിക്കത്തക്ക രീതിയിൽ മാറുകയും ചെയ്തു. എപ്പോഴും ഈ പോളിസി മേക്കേഴ്സ്, ഗവൺമെന്റുകൾ എടുക്കേണ്ട ഒരു ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, അവർ ഭരിക്കുന്നത് സർക്കാർ ജീവനക്കാരെ അവരുടെ ഓഫ്കോഴ്സ് അവരുടെ പിന്നെ ശമ്പളവും അവരുടെ ക്ഷേമവും അനിവാര്യമാണ്, സംരക്ഷിക്കപ്പെടണം, സംശയമില്ല. പക്ഷേ ഈ സർക്കാർ ജീവനക്കാരും പ്രവർത്തിക്കുന്നത് പൊതുജനത്തിന്റെ ക്ഷേമത്തിനാണ് എന്ന കാര്യം ഓർക്കണം. അപ്പൊ ഒരു ഇക്കണോമിക് എമർജൻസി വരിക എന്ന് പറഞ്ഞാൽ അത് പൊതുജനക്ഷേമം, അതായത് സംസ്ഥാന ഖജനാവ് എംറ്റി ആകുന്നു, ചെലവുകളിലൊക്കെ വലിയ നിയന്ത്രണങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കണം. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന തരത്തിലാണ് കോൺട്രിബ്യൂട്ടറി പെൻഷൻ വേണ്ടെന്ന് വെച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക് പോകുന്നത്. റവന്യൂ ചെലവ് വലിയ തോതിൽ വർദ്ധിക്കുമെന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്നത്. അപ്പൊ നമ്മുടെ ഡി നാരായണ കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് വലിയ തിരിച്ചടി ഉണ്ടാക്കും കോൺട്രിബ്യൂട്ടറി പെൻഷനിൽ നിന്ന് തിരിച്ചു പോയാൽ. അതുകൊണ്ട് അത് തന്നെ തുടരുന്നതാണ് നല്ലത്. തന്നെയുമല്ല, അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് 30 വർഷമോ അതിലധികമോ സേവനമുള്ളവർക്ക് കോൺട്രിബ്യൂട്ടറി പെൻഷനാണ് കൂടുതൽ വരുമാനം നൽകുന്നത് എന്ന കാര്യം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ആ റിപ്പോർട്ടില്. അപ്പോ കോൺട്രിബ്യൂട്ടറി പെൻഷൻ, പക്ഷെ എങ്ങനെ കോൺട്രിബ്യൂട്ടറി പെൻഷൻ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇപ്പോ 10% ജീവനക്കാരും 10%, അതായത് ജീവനക്കാർ അവരുടെ ശമ്പളത്തിൽ നിന്ന് 10% കോൺട്രിബ്യൂട്ടറി പെൻഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, സംസ്ഥാന സർക്കാരും അതിന് ഇക്വലന്റ് ആയിട്ടുള്ള 10% ഇടുന്നു. അങ്ങനെയാണ്. അത് 14%, സർക്കാരിന്റെ കോൺട്രിബ്യൂഷൻ 14% വർദ്ധിപ്പിക്കണമെന്നാണ് നാരായണ കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചത്. അത് വളരെ സ്വാഗതാർഹമായ ഒരു ചൂണ്ടിക്കാണിക്കലാണ്. അതായത് ഈ പിന്നെ സർക്കാർ ജീവനക്കാർക്ക് അനുകൂലമായ ഒരു ചൂണ്ടിക്കാണിക്കലാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അതായത് സംസ്ഥാനത്തെ കടക്കണിയിലേക്ക് ആക്കാത്ത രീതിയിൽ, അതേ സമയത്ത് സർക്കാർ ജീവനക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന രീതിയിലായിരിക്കണം ഇത്തരം നിയമങ്ങളൊക്കെ ആരായാലും നടപ്പാക്കേണ്ടത്. അപ്പൊ ഗവൺമെന്റ് അത് തീർച്ചയായിട്ടും കോൺട്രിബ്യൂട്ടറി പെൻഷനെ പറ്റി നെഗറ്റീവായിട്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെന്റ്
അവരുടെ ആദ്യ പിന്നെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ തന്നെ കോൺട്രിബ്യൂട്ടറി പെൻഷൻ വേണ്ടെന്ന് വെക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഇതിനെപ്പറ്റി പഠിച്ചപ്പോൾ മനസ്സിലായി ഇതിൽ നിന്ന് ഒരു തിരിച്ചുപോക്കുണ്ടായാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന്. അതുകൊണ്ടാണ് അവർ ഇതുവരെ മിണ്ടാതിരുന്നത്. ഇപ്പോ പലരും കോടതിയെ സമീപിച്ചപ്പോഴാണ് അതേപ്പറ്റി വീണ്ടും ചില അനക്കങ്ങൾ ഉണ്ടായതും. ഈ നാരായണ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ നേരത്തെ അവരുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് അത് പുറത്ത് വെളിച്ചം കാണുന്നത്. അപ്പൊ ആ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ചും ഇപ്പോ റിസർവ് ബാങ്ക് നാരായണ കമ്മീഷനേക്കാളൊക്കെ എത്രയോ പരമപ്രധാനമായ ഒരു പിന്നെ നിഗമനത്തിലാണ് RBI എത്തിയിരിക്കുന്നത്. അങ്ങനെ തിരിച്ചു പോയാല് അത് കടമെടുക്കുന്ന തുക പോലും പലിശ അടയ്ക്കാൻ, റവന്യൂ ചെലവിനും പലിശ ചെലവിനും മാത്രമായിട്ട് മാറും. അതുപോലും ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇപ്പോ പ്രത്യേകിച്ചും സംസ്ഥാനം ഇങ്ങനെ ഒരു വളരെ ആശങ്കാജനകമായ ധനപ്രതിസന്ധിയിൽ എത്തിപ്പെട്ടിരിക്കുന്ന സമയത്ത് കോൺട്രിബ്യൂട്ടറി പെൻഷനിൽ നിന്ന് തിരിച്ചുപോക്ക് ആലോചിക്കുന്നത് പോലും അപകടകരമാണ് എന്ന കാര്യം എല്ലാവരും ഓർത്തിരിക്കേണ്ടതാണ്.